ഒരു മനുഷ്യനെ ധനവാനാകാൻ അല്ലെങ്കിൽ പണക്കാരനാകാൻ സമ്മതിക്കാത്ത ഒരു ഉപദേശമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ ഒരിക്കലും സമ്മതിക്കത്തില്ല നീ ധനവാനാകാൻ, നീ പണക്കാരനാകാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. കാരണം ബൈബിളിൻ്റെ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ കയറ്റുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ഒരു മനുഷ്യനെ കയറ്റുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത്. അതിന് തടസ്സമായിരിക്കുന്ന ഒരു ഘടകമാണ് ധനമെന്ന് പറയുന്നത്. ധനം നിന്നിൽ കുവിഞ്ഞുകൂടിയാൽ നീ ദൈവത്തെ മറക്കും, ദൈവത്തിൻ്റെ ഉപദേശങ്ങളെ മറക്കും. അതുകൊണ്ട് നീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് തന്നെ ധനം തരുവാൻ ദൈവം സമ്മതിക്കത്തില്ല, നിന്നെ ധനവാനാക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. മറ്റൊരു ഉപദേശം എന്ന് പറയുന്നത് നിനക്ക് രണ്ടുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കാവുന്നൊരു ഉപദേശം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ രണ്ടുണ്ടായിട്ടും ഇല്ലാത്തവന് കൊടുക്കാതിരിക്കുന്ന ഒരു മനോഭാവമാണെങ്കിൽ നീ ധനവാനാകും, സ്വാഭാവികം. കൊടുക്കാതിരിക്കുമ്പോൾ നീ ധനവാനാകും, സ്വാഭാവികമാണ്. അപ്പോൾ നീ രണ്ട് ഉപദേശങ്ങളാണ് തട്ടിത്തെറിപ്പിച്ച് കളയുന്നത്. ഒന്ന്, കൊടുക്കാതിരിക്കുന്ന ഉപദേശവും, രണ്ട്, നിന്നെ ധനം നിക്ഷേപിക്കുന്ന ഉപദേശവും. ഈ രണ്ട് ഉപദേശത്തിൽ നീ വീഴ്ച വരുത്തുമ്പോൾ സ്വാഭാവികമായി നീ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് പറയുന്നത് സത്യം തന്നെ. അതായത് നീ നരകത്തിൽ പോകുമെന്ന്. ഈ ഒരു അർത്ഥം മനസ്സിലാക്കാതെ ഇന്ന് പലരും ഇത് ധനം ഉണ്ടാക്കുന്നൊരു മാർഗമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. ഈ മാർഗം ധനമുണ്ടാക്കുന്ന മാർഗമല്ല, ഇത് സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന മാർഗമാണ്.